ബ്ലാക്ക് ഗാർലിക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ സാധനങ്ങളാണ്. ആവശ്യമില്ലാത്തൊരു പാത്രം, ഇതൊരു കിഴിഞ്ഞ പാത്രമാണ്. അതിനോട് ചേർന്നിരിക്കുന്നത് അടപ്പ്. അതിനുശേഷം ഇത് തെർമോസ്റ്റാറ്റാണ്, ഹീറ്റിംഗ് കൺട്രോൾ ചെയ്യുന്ന തെർമോസ്റ്റാറ്റ്. അത് വർക്ക് ചെയ്യാനൊരു അഡാപ്റ്റർ. ഇത് ഞാൻ ലൈഫിൻ്റെ ജിയോ ഫോണിൻ്റെ ഒരു ചാർജറാണ് എടുത്തേക്കുന്നത്. തെർമോസ്റ്റാറ്റ് 12 വോൾട്ടാണ് വരുന്നത്. അത് 5 വോൾട്ട് തൊട്ട് സപ്പോർട്ട് ചെയ്തോളും. അതിൻ്റെ 12 വോൾട്ട് അഡാപ്റ്റർ യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആംബിയർ കൂടാതെ നോക്കണം. ഒന്നിൽ താഴെ ആംബിയർ നിൽക്കുവാണെങ്കിൽ തെർമോസ്റ്റാറ്റ് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റ് അടിച്ചു പോകും, നമുക്ക് കിട്ടുകയില്ല. പിന്നെ ഒരു ഹോൾഡറുണ്ട്, പിന്നെ ഒരു സ്വിച്ച് ബോർഡ്, പിന്നെ ഗാർലിക്. പരീക്ഷണമായതുകൊണ്ട് 4 ഗാർലിക്കേ വയ്ക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് എങ്ങനെ ആവും നോക്കാം. നമുക്ക് അടപ്പിലേക്ക് ബൾബ് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ആംഗിൾ പാറ്റേൺ ആണ്, പെൻഡന്റ് ഹോൾഡർ ആണേലും മതി, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിലോട്ട് നമ്മൾ ചൂട് ഹീറ്റിങ്ങിന് കൊടുക്കുന്നത് സാധാ ബൾബാണ്, 60 വാട്ടിൻ്റെ ബൾബ്. അല്ലാതെ കോയിൽ യൂസ് ചെയ്യുന്നില്ല. കോയിലുള്ളവർക്ക് കോയിൽ യൂസ് ചെയ്യുക. കോയിലുള്ളവർ ഹോൾഡർ ഇതിൽ ഫ്രീ ആയിട്ട് ഇടുന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് ഇവിടെ 12 വോൾട്ട് എന്നും എഴുതിയിട്ടുണ്ട്, ഗ്രൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ K0 K1, ഇതിൽ 12 വോൾട്ട് എന്ന് എഴുതിയേക്കുന്നത് അഡാപ്റ്ററിൻ്റെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കൊടുക്കുക. ഈ K0 K1ലും ബൾബിലേക്ക് പോകുന്ന ഒരു വയർ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇൻപുട്ടും ഒന്ന് ഔട്ട്പുട്ടും ആക്കി കൊടുക്കുക. ഏത് അങ്ങോട്ടോട്ട് മാറിയാലും കുഴപ്പമില്ല. അങ്ങനെ കൊടുത്തു കഴിയുമ്പം ഇതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഹീറ്റിങ് ഇവിടെ കട്ടാകും. ഇങ്ങനെ കൊടുക്കുക. ഇതാണ് ബൾബിലോട്ട് പോകുന്ന ലൈന്. ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് K0 കൊടുക്കുക. സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗാർലിക് ഇടാം. ഗാർലിക് ഇടുന്നതിന് മുമ്പ് കുറച്ച് പേപ്പർ നിരത്താം. ഇടുക്കിയിലായതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പാണ്. അലുമിനിയം കലമായതുകൊണ്ട് അടിയിൽ ഒത്തിരി തണുപ്പ് കയറാതിരിക്കാൻ ഒരു വാട്ടിൻ്റെ ബൾബ് ഹോൾഡറിലിടണം. ഓക്കെ, സെറ്റ് ചെയ്യാനുള്ളതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തെർമോസ്റ്റാറ്റിൻ്റെ ഈ എൻഡ് നമുക്ക് ഇതിനുള്ളിലേക്ക് ഇറക്കി വിടണം. അത് ഈ ഹോൾഡറിൻ്റെ ഗ്യാപ്പ് ഉണ്ട്, അതിൽ ഇറക്കി വിട്ടാൽ മതി. ബൾബിൻ്റെ താഴെ പോയി നിൽക്കണം കേട്ടോ.
അതിനു മുമ്പ് ഇതിൻ്റെ ഈ തെർമോസ്റ്റാറ്റ് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി ചെയ്യാം. തെർമോസ്റ്റാറ്റ് ചെയ്യേണ്ടത് നമുക്ക് 60°C ആയതുകൊണ്ട് ഫസ്റ്റ് സ്വിച്ച് നിൽക്കുന്നത് ഇവിടെ ഒരു ഇത് സെറ്റാക്കി കിടക്കുന്ന ഒരു ഡിജിറ്റ് കാണിക്കും. ഇതിലിപ്പോൾ 30 കാണിക്കുന്നത്. ആ 30 ആകുമ്പോൾ കട്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമുക്ക് 60 ആക്കി കൊടുക്കണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ P0 എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചൂടാണോ തണുപ്പാണോ നമുക്ക് വേണ്ടതെന്നുള്ളത്, ഏതാ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അത് ഹോട്ട് എന്നുള്ളത് വെച്ചിട്ട് കൊടുക്കണം. P1 ഉണ്ട്. P1 1 കൊടുക്കാം. ഇത്ര സെറ്റിങ്സ് നമ്മൾ നോക്കിയാൽ മതി. വേറെ ഇത് P2, P3, P4, P5 ഇതൊന്നും P6 ഒന്നും ആവശ്യമില്ല. ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. കട്ട് ഓഫ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. നമുക്കത് സെറ്റ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. ഓൾറെഡി ഇതിനകത്ത് ഗാർലിക് ഇട്ടിട്ടുണ്ട്. ഇതൊരു ടേപ്പ് യൂസ് ചെയ്ത് അത് ചുറ്റുവാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ വീട് നിറച്ച് വെളുത്തുള്ളിയുടെ മണമായിരിക്കും. ഗ്യാപ്പുള്ളതെല്ലാം എയർ ടൈറ്റ് ചെയ്യണം. ഇത് 12 ദിവസം മുതൽ 15 ദിവസം വരെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം. നമ്മുടെ ഹീറ്റിംഗ് വർക്കിംഗ് ആകുന്നുണ്ട്. 60°C എന്നുള്ള 60°ലോട്ട് എത്തുന്നു. 59.78. 60 ആകുമ്പോൾ കട്ട് ഓഫ് ആകുമെന്ന് നോക്കാം. ഓക്കെ, കട്ട് ഓഫ് ആയി. ഇനി നമ്മൾ 1 സെറ്റ് ചെയ്തിട്ട് കൊടുത്തിരുന്ന അടുത്ത ഓൺ ആവാൻ വേണ്ടിയിട്ട്. അതെപ്പോഴാണെന്ന് നോക്കാം. 1 എത്ര നേരം ടൈം കിട്ടുമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 59.7 ആണ്. അമ്പത്തിയൊമ്പത് 1 കൊടുത്താൽ 1 ഡിഗ്രി കുറയുമ്പോഴത്തേക്കിനും വീണ്ടും ഹീറ്റിങ്ങിനുള്ള പ്രോസസ്സിങ് നടക്കും. ഇനി 14 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ 12 ദിവസമായിട്ടുണ്ട്. 12 ദിവസമായിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അടവ് 12ാമത്തെ ദിവസം ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു ബ്രൗൺ കളറായിട്ടുള്ളൂ. കണ്ടോ, ഇതുപോലൊരു ബ്രൗൺ കളർ അടവിന് പോയി. അപ്പം നമുക്കിത് ഈ ബ്രൗൺ കളർ കിട്ടിയാൽ പോരാ. ഇത് കുറച്ചുകൂടെ ബ്ലാക്ക് കളറാവണം. അതിനൊന്നുകൂടെ നമുക്ക് ഒരു 4 ദിവസം കൂടി ഇത് ഹീറ്റിംഗ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് പഴയ പോലെ തന്നെ ഹീറ്റ് ചെയ്യാം. എന്നിട്ടൊരു 16ാം ദിവസം നമുക്ക് നോക്കാം. ഇപ്പോൾ 16ാമത്തെ ദിവസമാണ്. നമുക്ക് ബ്ലാക്ക് ഗാർലിക് എന്തായാലും നോക്കാം. നമ്മുടെ ബ്ലാക്ക് ഗാർലിക് എക്സ്പെരിമെൻറ്റ്
ഓൾമോസ്റ്റ് സക്സസ് ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. കണ്ടോ, ഇതാണ് ബ്ലാക്ക് ഗാർലിക്. ചിലതൊക്കെ ബ്രൗൺ ആയിട്ടേ ഉള്ളൂ. കറക്റ്റ് മെഷീനല്ല, അതുകൊണ്ടാണ്. കറുത്ത വെളുത്തുള്ളി. കഴിക്കുമ്പോൾ വെളുത്തുള്ളിയുടെ ആ ഭയങ്കര കമർപ്പോ ചൊവ്വയോ അതൊന്നുമില്ല. നമുക്ക് നല്ലപോലെ കഴിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ കൂടുതലാണ് ഇതിന്. ഇതുപോലൊരു ടിന്നിനകത്തിട്ട് സൂക്ഷിച്ച് വെച്ചാൽ അവിടെ ഇരുന്നോളൂ. കറുത്തിട്ടുണ്ട്. കറുത്ത വെളുത്തുള്ളി. ഇത് കഴിക്കുന്നത് പ്രതിരോധശേഷി കൂട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേ ബ്ലാക്ക് ഗാർലിക്കുമായി ചേട്ടാ സ്റ്റക്ക്.